ഉത്തർപ്രദേശ്, കർണാടക, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഒഴിവ് വന്ന 15 രാജ്യസഭാ സീറ്റുകളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കും. ഉത്തർപ്രദേശിൽ 10 സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് 7 സമാജ്വാദി പാർട്ടിക്ക് 2 സീറ്റ് ജയിക്കാം. കർണാടകയിലെ 4-ൽ 3 കോൺഗ്രസിനും 1 BJPക്കുമാണ്. BJPയുടെ സഖ്യകക്ഷിയായ ജനതാദൾ എസ് 5ാമതൊരു സ്ഥാനാർത്ഥിയെ കൂടി രംഗത്തിറക്കിയിട്ടുണ്ട്. ഹിമാചലിൽ 1 സീറ്റ് കോൺഗ്രസിനാണ് വിജയസാധ്യതയെങ്കിലും BJP മത്സര രംഗത്തുണ്ട്. ഇവരുമായി നന്ദഗോപൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. നന്ദൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് വൈകിട്ട് 5 മണിയോടെ വോട്ടെണ്ണൽ പൂർത്തിയാകും. വിജയികളെ അറിയാനും സാധിക്കുമല്ലേ? സുരേഷ്, രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനുശേഷം 5 മണിക്കാകും വോട്ടെണ്ണൽ ആരംഭിക്കുക. ഉത്തർപ്രദേശിലെ 10 രാജ്യസഭാ സീറ്റുകളിൽ 7 സീറ്റുകളിൽ BJPക്കും അതേപോലെ തന്നെ 3 സീറ്റുകൾ SP-ക്കുമാണ് വിജയസാധ്യതയുള്ളത്. എന്നാൽ BJP ഒരു സ്ഥാനാർത്ഥിയെ കൂടി രംഗത്തിറക്കിയതോടെയാണ് അവിടെ മത്സരം വേണ്ടി വന്നത്. 403 അംഗ ഉത്തർപ്രദേശ് നിയമസഭയിൽ BJPക്ക് 252 അതേപോലെ തന്നെ സമാജ്വാദി പാർട്ടിക്ക് 108 അംഗങ്ങളുമാണുള്ളത്. കോൺഗ്രസിന്റെ 2 അംഗങ്ങളും അതേപോലെ തന്നെ സമാജ്വാദി പാർട്ടിക്ക് ഒപ്പമാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അതേസമയം 9 അംഗമുള്ള RLDയും അതേപോലെ തന്നെ 6 അംഗമുള്ള SP-യും 13 അംഗമുള്ള അപ്നാദളും 2 അംഗങ്ങളുള്ള ജൻസത്താദളും ലോക് താന്ത്രിക്കും BJPയെ പിന്തുണച്ചേക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 1 അംഗം വീതമുള്ള BSPയും അതേപോലെ തന്നെ അപ്നാദൾ കെയും ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നത് സസ്പെൻസായി തുടരുകയാണ്. അതേപോലെ തന്നെ 135 MLA-മാരാണ് കോൺഗ്രസിന് കർണാടക സർവോദയ കർണാടക പക്ഷ MLA-മാരായിട്ടുള്ളത്. അതേപോലെ തന്നെ 2 സ്വതന്ത്രരും പിന്തുണയ്ക്കുന്നുണ്ട്. BJPക്ക് 66ഉം JDS-ന് 19 MLA-മാരാണ് അവിടെ ഉള്ളത്. ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ വേണ്ടത് 45 വോട്ടാണ്. 4-ലധികം സ്ഥാനാർത്ഥികളുള്ള സാഹചര്യത്തിൽ പ്രിഫറൻസ് വോട്ടായിരിക്കും ഇവിടെ കണക്കാക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് കർണാടകയെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം ഹിമാചൽ പ്രദേശ് നിയമസഭയിലെ 68 MLA-മാരിൽ 3 സ്വതന്ത്രരടക്കം 43 അംഗങ്ങളുടെ പിന്തുണ അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ മനു അഭിഷേക് സിംഗ്വിക്കെതിരെ BJP ഹർഷ് മഹാജനെ രംഗത്തിറക്കിയതാണ് അറിയാൻ കഴിയുന്നത്. അത് കോൺഗ്രസിന് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വിജയസാധ്യത ഇല്ലെങ്കിലും കോൺഗ്രസിൽ നിന്നും വോട്ട് ചോർത്തുവാനുള്ള BJPയുടെ നീക്കം സജീവമായി തന്നെ നിലനിൽക്കുകയാണ്. വൈകുന്നേരം 5 മണിക്ക് ശേഷം തന്നെ ഇതുമായി ബന്ധപ്പെട്ട 3 സംസ്ഥാനങ്ങളുടെ ഇവിടെ നന്ദൻ പറഞ്ഞതുപോലെ തന്നെ 15 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുക. വൈകിട്ട് 5 മണിയുടെ ഫലം അറിയാൻ കഴിയും. ഒപ്പം ഈ കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച, നിശ്ചിതമായ അല്ലെങ്കിൽ സുനിശ്ചിതമായ ചില സീറ്റുകളിലേക്ക് പോലും ആ ഒരു വോട്ട് ചോർച്ച എത്രത്തോളം ഭാഗതയും നിശ്ചയിക്കുമെന്ന കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന് അടിവേരുകൾ പോലും ഇളകുന്ന ഒരു കാഴ്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ആ ഒരു വോട്ട് ചോർച്ച ഏത് തരത്തിലായിരിക്കും കൂടുതൽ കോൺഗ്രസിനെ പ്രതിരോധത്തിൽ ആഴ്ത്തുക എന്നതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത, അല്ലേ? സുരേഷ്, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വോട്ട് ചോർച്ചയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ അത് ഹിമാചൽ പ്രദേശിൽ മാത്രമായിരിക്കും. ഹിമാചൽ പ്രദേശ് നിയമസഭയിലെ 68 MLA-മാരിൽ 3 സ്വതന്ത്രരടക്കം 43 അംഗങ്ങളുടെ പിന്തുണ അവകാശപ്പെടുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നിലവിൽ. അതേസമയം തന്നെ ഈ 43 അംഗങ്ങൾ പൂർണ്ണമായും കോൺഗ്രസിനൊപ്പം നിൽക്കില്ല എന്നുള്ള അഭ്യൂഹങ്ങൾ ഇതിനോടകം തന്നെ വരുന്നുണ്ട്. ചിലർ കൂറുമാറി ഒരുപക്ഷെ BJPക്ക് വോട്ട് ചെയ്യുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതേസമയം കോൺഗ്രസിന്റെ വളരെ പ്രബലനായ സ്ഥാനാർത്ഥിയാണ് മനു അഭിഷേക് സിംഗ്വിക്കെതിരെയാണ് BJP ഇപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. ഹർഷ് മഹാജനാണ് BJP രംഗത്തിറക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും അവിടെ ഒരു കടുത്ത മത്സരം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കാണില്ല. മാത്രമല്ല, ഹർഷ് മഹാജന് നിലവിൽ ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ പോലും വലിയ പിന്തുണ ലഭിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഹിമാചൽ പ്രദേശിൽ ഏതെങ്കിലും തരത്തിൽ വോട്ട് ചോർച്ച ഉണ്ടായാൽ അതിൽ അതിശയപ്പെടുവാൻ ഒന്നും തന്നെയില്ല. BJP അത്തരമൊരു നീക്കമാണ് നടത്തുന്നത്. കാരണം വിജയസാധ്യത ഇല്ലെന്നറിഞ്ഞിട്ടും അവിടെ കോൺഗ്രസിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ വോട്ട് ലഭിക്കുമോ എന്നുള്ള ഒരു നീക്കമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുള്ളത്. അതേസമയം ഈ BJPയുടെ നീക്കം കോൺഗ്രസിനെ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.